മക്കൾക്ക് വേണ്ടിയുള്ള ദൂത്, എ മെസ്സേജ് ഫോർ ദി ചിൽഡ്രൻ. ഇത് അനേക വർഷങ്ങളായിട്ട് അമ്മമാർ, അപ്പന്മാർ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലുമായിട്ട് ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ട് മക്കളെക്കുറിച്ച് വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് അയക്കുന്ന ഒരു ദൂതാണ്. അനേക ഭവനങ്ങളിൽ മൗനമായിട്ട് കഴിയുന്ന അമ്മയപ്പന്മാരുണ്ട്. മക്കളെ ചൊല്ലി വേദന ആരോടും പറയാതെ, മറ്റുള്ളവരോട് പറയത്തില്ല, കാരണം പറഞ്ഞാൽ അവർക്കുള്ള സ്ഥാനം പോലും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് അവർ പറയാതിരിക്കുന്നവരുണ്ട്. ഉള്ളിൽ വേദന കൊണ്ട് നടക്കുന്നു. പിന്നെ മക്കൾക്ക് ഭാരം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ശക്തി ചോർന്നു പോകും. ദാറ്റ്സ് നാച്ചുറലാണ്. അങ്ങനെയുള്ളവർക്ക് യെശയ്യാ 66:22 വാക്യമാണ് ദൈവം തരുന്നത്. ഇത് കർത്താവ് ഇങ്ങോട്ട് പറയുന്ന ചില വാക്യങ്ങൾ അങ്ങോട്ട് ഞാൻ വിളിച്ചു പറയുന്നതേ ഉള്ളൂ. ഇതിൽ എൻ്റെ ഒരു ബുദ്ധി ഇതിനകത്തില്ല. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒറ്റ വാക്യം. എന്താണ് കർത്താവ് പറയുന്നത്? ഈ ഭൂമിയും ഭൂതലവും ഈ സ്വർഗത്തിൽ ഈ ആകാശമൊക്കെ പായ ചുരുട്ടുന്ന പോലെ ഒരു കാലത്ത് ചുരുട്ടി മാറ്റുമെന്ന്. അത് വെളിപ്പാടിനകത്താണ്. പക്ഷേ ഇത് യെശയ്യാവിനകത്താണ്. യെശയ്യാവിൽ പറഞ്ഞത് വെളിപ്പാടിനകത്ത് സംഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ കർത്താവ് പഴയ നിയമത്തിൽ എഴുതിയതാണ് പറഞ്ഞു തന്നത്. ഇങ്ങോട്ട് പറയുന്നത് എന്താണ്? ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അതൊരിക്കലും പിന്നെ മാറിപ്പോകാതെ അത് നിലനിൽക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്. മനസ്സുകൊണ്ട് കാണണമേ. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും, നമ്മുടെ മക്കൾ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം പലപ്പോഴും തലമുറകളെക്കുറിച്ച് കരയുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഉത്തരമാണ്. ഞാൻ മരിച്ചുപോയി, എൻ്റെ മക്കൾ എന്തെടുക്കും, അങ്ങനെ വേദനിക്കുന്നവരില്ലേ? അവർക്ക് രക്ഷ ഉറപ്പായിട്ടുണ്ടോ? അവരുടെ പോക്ക് കണ്ടില്ലേ, ശരിയല്ല. നമ്മൾ വേദനിക്കുന്നുണ്ട്, പലരും വേദനിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അവരായിട്ടില്ല. അവർ ഈ മുടന്തി നടക്കുന്ന ആടുകളെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഈ കുഞ്ഞാടിനും നല്ല ഡയറക്ഷൻ അല്ലെങ്കിൽ അതിങ്ങനെ തോന്നുന്ന വഴിയിലെല്ലാം പോകും. പക്ഷെ കർത്താവ് പറയാണ്, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ സൃഷ്ടിക്കുന്നത് എന്നേക്ക് നിലനിൽക്കുന്ന. അത് പിന്നെ ചുരുണ്ടു പോകുന്നൊന്നുമല്ല. ഈ പഴയ ഭൂമിയും പഴയ ആകാശവും പാപത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ട് അതൊരു കാലത്ത് ചുരുട്ടി മാറ്റുന്ന എഴുതിയിട്ടുണ്ട് വെളിപ്പാടിൽ. പക്ഷേ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും നിലനിൽക്കുന്നത് പോലെ തന്നെ നിൻ്റെ പേര്, നിൻ്റെ സന്തതിയുടെ പേര് എന്നേക്ക് നിലനിൽക്കും. അപ്പോൾ ജീവപുസ്തകത്തിൽ ഉറപ്പായിട്ടും എഴുതിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് പറയുന്നത്. ആർക്കും ആ ദൂതാണ്, എനിക്കുള്ളതാണ്, വാങ്ങിച്ചെടുക്കുകയാണ്. കർത്താവേ, നീ ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് ഞാൻ സ്വീകരിച്ച് എൻ്റേതാക്കുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാനത് എഴുതുകയാണ് എന്ന് ഇന്ന ദിവസം നമ്മൾ എഴുതിയിടും. ഇന്ന ദിവസം നമുക്ക് കർത്താവ് പറഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് ഏറ്റെടുക്കുന്ന ശക്തിയാണ്. നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ അഭിചാര യാക്കോവിന് ഫലിക്കത്തില്ല, രക്ഷണമെതിരെ ഇസ്രായേലിന് ഫലിക്കത്തില്ല. സംഖ്യാപുസ്തകം 23:23. അതായത് മറ്റുള്ളവരുടെ ചഞ്ചലിപ്പ് കൊണ്ട്, ഉപദ്രവം കൊണ്ട്, അഭിചാരം കൊണ്ട്, വേണ്ടാത്ത തരത്തിലുള്ളതായ ഇൻഫ്ലുവൻസ് കൊണ്ട് സത്യദൈവത്തിൽ നിന്ന്, നിത്യരക്ഷയിൽ നിന്ന് മാറ്റിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നിടത്ത് കർത്താവ് പറയുകയാണ് വന്ന്, നോ, അത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. ഞാനല്ലേ നിൽക്കുന്ന ഇടയ്ക്ക്. അതൊരുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലർ നമ്മൾ ഈ കാശ്മീരിലെ ഈ പ്രോബ്ലത്തിന്, നമ്മൾ കാശ്മീരിലെ പ്രോബ്ലത്തിന് വെടിവെക്കുന്നുണ്ട്. ഒരൊറ്റ മുസ്ലിമിനെ മാത്രമേ വെടിവെച്ചു എന്നുള്ളൂ. അയാളെക്കുറിച്ച് എഴുതിയപ്പോൾ അയാൾ പറഞ്ഞത്, അയാൾക്കറിയാവുന്ന കൂട്ടരെയാണ് അയാൾ കൊണ്ടു നടന്നത്. ഈ പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആ സ്ഥലത്ത് പോയതാണ് അതിന് 2 ആഴ്ച മുമ്പ്. നമ്മൾ ഗുൽബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു സൈഡിട്ടായിട്ടാണ് ഈ പഹൽഗാം വരുന്നത്. അവിടെ ഈ മനുഷ്യൻ തോക്ക് പിടിക്കുന്ന ഈ ടെററിസ്റ്റിന് മുമ്പിൽ അയാൾ പറയുന്നു, എന്നെ വെടിവെക്കാതെ ഇവരെ വെടിവെക്കാനൊക്കത്തില്ല. ഇവരെന്ത് ചെയ്തിട്ടാ? പാവങ്ങൾ ടൂറിസ്റ്റ്. ഈ കൊച്ചനാണേലും ഇവരുടെ കിട്ടുന്ന അല്പ കാശ് കൊണ്ടാണ് അവൻ്റെ വീട് കഴിയുന്നത്, ടൂറിസ്റ്റിൻ്റെ. അവർ വെടിവെച്ച് കൊന്നു. അതാണ് ടെററിസം. മനുഷ്യത്വവും ഇല്ല, ദൈവത്വവും ഇല്ല, മൃഗങ്ങൾ പോലും ചെയ്യൂല. ഒരു കുറ്റവും ചെയ്യാതെ ദേശം കാണാൻ വന്ന മനുഷ്യർ മഞ്ഞിൻ്റെ മലയുടെ വെച്ച് നിസ്സഹായ അവസ്ഥയിൽ തോക്ക് ചൂണ്ടി കൊല്ലുന്ന മനുഷ്യൻ മൃഗവുമല്ല, അതിലും ക്രൂരനല്ലേ? അതല്ല ഇവിടെ ഞാൻ പറയുന്നത്. എന്നെ കടന്നുകൂടാതെ എൻ്റെ മക്കളെ തൊടത്തില്ല എന്ന് പിതാപുത്ര പരിശുദ്ധാത്മാവാണ് പറയുന്നതെങ്കിൽ
അതിന് വിപരീതമായി ഒരു ശക്തിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ശക്തിക്ക് സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ അതിനെതിരായിട്ടൊരു ശക്തിക്ക് നിൽക്കാനൊക്കത്തില്ല. ഉറപ്പാണ്. ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. നോ മാറ്റർ വാട്ട്, ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. കർത്താവ് വചനം പറയുമ്പോഴേ ഈ ചില വചനങ്ങൾ നമുക്ക് കൊള്ളുമ്പോഴേ അത് നമുക്ക് പിന്നെ മറക്കാനൊക്കത്തില്ല. ഈ രാത്രിയിൽ ഒരാളെ എഴുന്നേൽക്കുമ്പോഴേ അവരുടെ മനസ്സിലുള്ളത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ പ്രയാസം, ദൈവം എല്ലാവരും അമ്മയെന്ന് വിളിക്കും. നമ്മൾ യേശു എന്നേരം വിളിക്കുന്നവർക്ക് ഓരോണ്ട്. അല്ലെ പെന്തക്കോസ്ത് ഒരു സ്തോത്രം പറയും പെട്ടെന്ന്, അവരങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഹല്ലേലൂയ പറയും. നമ്മളെന്താ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിന് നമ്മളോട് കർത്താവ് ഒരു വാഗ്ദത്തം തന്നിരിക്കുന്നത്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് മാറത്തില്ല. ഞാൻ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ തന്നെ, ഞാനത് പ്രവർത്തിച്ചെടുക്കുന്ന ദൈവമാണ്. യെശയ്യാ 66 പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് കർത്താവ് പ്രയാസം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങൾ പാർശ്വങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും. എന്ത് മനോഹരം! എങ്ങനത്തെ നദിയ? സമാധാനത്തിൻ്റെ. അത് ഒഴിച്ചു തരുന്നത് ദൈവമാണ്. കർത്താവ് ഒരു കാര്യം ചെയ്യാൻ ഏറ്റെടുത്താൽ അത് തീരുന്നിടം വരെ, അത് തീർത്ത് പൂർത്തിയാക്കി പ്രാപിച്ചെടുക്കുന്നിടം വരെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള കൃപ വരണം. സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ അവർ ഫെയ്ത്ത്. അത് ഓരോരുത്തർക്കും ഓരോ വാക്യമാണ് കൊള്ളുന്നത്. പക്ഷെ മക്കളെക്കുറിച്ച് പറഞ്ഞപ്പം കർത്താവ് ഏറ്റവും കൂടുതൽ ഈ ഒരു അമ്മയ്ക്കും അപ്പനും കർത്താവിനെ അറിയുന്നവർക്ക് അവരുടെ മക്കൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയോ എന്നുള്ളതാണ് അവരെ പേടിപ്പിക്കുന്നത്. ഭയമാണത്, നമുക്ക് സഹിക്കത്തില്ല. ദൈവത്തിൻ്റെ ഏറ്റവും സങ്കടം ഇവൻ എന്നെ തള്ളിപ്പറയുമോ എന്നുള്ള. അതിനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ആ വാതിൽ നമ്മളിന്ന് കുട്ടിയടക്കുകയാണ്. അതുണ്ടാകത്തില്ല. നമ്മൾ സീൽ ചെയ്യണത്. പലപ്പോഴും ഞാൻ ഈ വഴിതെറ്റിപ്പോകുന്ന പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതങ്ങ് പോവുകയാണ്, ഒരു പോക്കങ്ങ് പോവുക. നമ്മൾ പറഞ്ഞ കർത്താവേ, ആ പോക്ക് ഈ റെയിൽവേ ട്രാക്കേ പോകുന്ന പോലെ, അതിൻ്റെ മുമ്പിൽ ഒരു കുരിശ് നാട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ ഒരു കുരിശ് നാട്ടും, പിന്നെ അങ്ങോട്ട് പോകാനൊക്കത്തില്ല. വി ഹാവ് ദി അതോറിറ്റി, വി ആർ ഡൂയിങ് ദാറ്റ്. തലമുറകൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ കുരിശ് അവരുടെ മുമ്പിൽ നാട്ടിക്കഴിഞ്ഞു. കിഴക്ക് പടിഞ്ഞാറ് വടക്കേ തെറ്റേ വേലി കെട്ടിക്കഴിഞ്ഞിരിക്കുക. അവനിതാ തിരിച്ചു വരുന്നത് ഞാൻ കാണുന്നു. അതിനാൽ നിൻ്റെ സങ്കടം മാറ്റിയിരിക്കുന്നു, നിൻ്റെ വിലാപത്തെ ഞാൻ ഇന്ന് നൃത്തമാക്കിയിരിക്കുന്നു. അതിനാൽ നിൻ്റെ രട്ടുമാറ്റി നീ ഉത്സവവസ്ത്രം ഉടുക്കും. നിൻ്റെ ജീർണവസ്ത്രം മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. കർത്താവ് സംസാരിക്കുകയാണ് കൂടെ നിന്ന്. കർത്താവ് പറയുന്നത് എന്തുവാണ്? യഹോവ തൻ്റെ കോപത്തെ ഉഗ്രകോപത്തെയും തൻ്റെ ശാസന അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷനാകും. അവൻ്റെ രഥങ്ങൾ കാറ്റുപോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹതന്മാർ വളരെയായിരിക്കും. ശത്രുവിനെ ഒരു സമയത്ത് ദൈവം നശിപ്പിക്കും. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. കർത്താവ് ക്ഷമിക്കുന്ന പറഞ്ഞാൽ അങ്ങേറ്റം വരെ ക്ഷമിക്കും. ഈ കതിരും പതിരും, അതാണ് ഈ എക്സാമ്പിളിനകത്ത് നമ്മൾ നല്ല വിളവിട്ട് കിളിപ്പിച്ച് വരുമ്പം നേരം വെളുത്തപ്പം നല്ല വിളവിൻ്റെ കൂടെ പാഴ്ചെടികളും കിളുത്ത് വരുമ്പം പറിച്ച് കളയട്ടെ പാഴ്ചെടി. ദൈവം എന്താ പറഞ്ഞു? കർത്താവ് പറഞ്ഞു, ഇല്ല, ആ പാഴ്ചെടി പറിക്കുമ്പം ചിലപ്പോൾ വരണമെങ്കിലും നല്ലത് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവിടെ നിന്നോട്ട്. അതുകൊണ്ട് വിളവെടുക്കുമ്പോൾ കതിരും പതിരും ഞാൻ തിരിക്കും. അതാണ് സങ്കീർത്തനം. അവർ ആറ്റരികത്ത് നിൽക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷവും പതിരും കൂടെ ഒന്നിച്ച് കിളുത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ ദുഷ്ടനെ കാറ്റുപാറ്റുന്ന പതിർ പോലെ, ഈ പതിര് മാറ്റാനൊരു വീശലുണ്ട്. ഒരൊറ്റ കാറ്റടിക്കുമ്പോൾ ദുഷ്ടൻ മാറിപ്പോകും. അത് സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞെന്നേ നമ്മുടെ തലമുറ അതിനകത്ത് വരത്തില്ല. നമ്മുടെ തലമുറകളെ ദൈവം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മിടുക്കൊണ്ടൊന്നുമല്ല, ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നമ്മുടേതാക്കി മാറ്റിയതിനാൽ, അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എൻ്റെ ദൈവമായതിനാൽ, ക്രിസ്തുവിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിന്, ക്രിസ്തു എന്നേക്കും ഏകയാഗമായിട്ട് പാപപരിഹാരാർത്ഥം ഏക സത്യ ദൈവത്തിൻ്റെ പുത്രൻ എൻ്റെ മക്കളുടെ പാപങ്ങളെ ഏറ്റെടുത്തതിന്
ഇതിനെ നമ്മൾ പറയും, ലോയിൽ പറയും ഒരാളുടെ പാപം വേറൊരാൾ ഏറ്റെടുക്കുകയാണ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് അങ്ങോട്ട്. അത് നമ്മൾ ഒരു വ്യക്തിയുടെ പാപം വേറൊരാൾ ഏറ്റെടുത്തപ്പോൾ പാപി രക്ഷപ്പെട്ടു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഇനിയും ചെയ്യേണ്ട ജോലി പരിശുദ്ധാത്മാവിൻ്റെയാണ്. കർത്താവ് ആദ്യ പാഠം തൊട്ട് പഠിപ്പിച്ചെടുത്തോളും. നമ്മൾ വിട്ടുകൊടുക്കണം. ഒരു പ്രായം വരെ, ഞാൻ പറയും 18 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ വളർത്തി, പിന്നെ അവരെ ദൈവത്തിനെ ഏൽപ്പിക്കണം. ഹന്ന തൻ്റെ ആദിജാതനായിരിക്കുന്ന സമൂഹലിനെ കൊണ്ട് മുലകുടി മാറിയപ്പോൾ ദൈവത്തെ ഏൽപ്പിച്ചു. പിന്നെ ഏലി പ്രവാചനാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഏലിയുടെ മക്കളൊന്നും ചൊവ്വായില്ല. പക്ഷേ ഹന്നായുടെ പ്രാർത്ഥന മാനിച്ച് സമൂഹൽ പ്രവാചകനുണ്ടായി. നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മൾ ദൈവത്തോട് പേർ ചൊല്ലി പറഞ്ഞ് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറി വരും. കർത്താവ് വീണ്ടും നമ്മളോട് ഓർപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. എന്താണ്? ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവൻ്റെ നാമം മഹത്വപ്പെടണം. നമ്മൾ കർത്താവിൻ്റെ മലയുടെ മുകളിലേക്ക് കയറി ചെന്നിട്ട് നമ്മൾ കാണണം, കർത്താവ് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെ മലയുടെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് കെടാത്ത ഒരു തിരി അവിടെ മെഴുകിട്ട് കത്തിച്ചങ്ങോട്ട് വെക്കുകയാണ്. തിരി കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ, ഈ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയൻ കീഴിൽ വെക്കത്തില്ല. അത് കത്തി ശോഭിക്കുകയാണ്. അടങ്ങും ദുഷ്ടന് കയറാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ മലയാണ്. അതുപോലെ പട്ടണം പ്രകാശമാണെങ്കിൽ ദൂരത്തിൽ നോക്കിയാൽ അത് കാണും. പ്രകാശിപ്പിക്കുന്നത് ദൈവമാണ്, നമ്മളല്ല. പ്രകാശിക്കുക, വിശ്വാസ വീരന്മാരായിട്ട് ജീവിക്കുക, തലമുറകളെക്കുറിച്ച് സന്തോഷമായിട്ട് ദൈവം അനുഗ്രഹിച്ച് കൊണ്ടുവരുന്നവരായിട്ട് കണ്ട് സമാധാനത്തോടെ ജീവിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. ആരും നമ്മുടെ പ്രാർത്ഥന കുറവ് കൊണ്ട് നശിച്ചു പോകല്ല. അതുകൊണ്ട് പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, തലമുറകളുടെ മേൽ നിൻ്റെ കൈ ശാശ്വതമായ ഭുജം വെച്ച് കഴിഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യും. ഉന്നതൻ നീ, ഉന്നതൻ, അത്യുന്നതൻ, അത്യുന്നതൻ, നിനക്ക് സമനായിട്ട് വേറെ ആരുമില്ല. നിന്നെപ്പോലെ വേറൊരു ദൈവവുമില്ല. ഇത്ര സ്നേഹിക്കുന്ന, ഇത്ര കരുതുന്ന, ഇത്ര നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ക്രൂശുമരണമേറ്റപ്പോഴും ഞങ്ങളെ ഒരിക്കൽ പോലും കുറ്റം പറയാതെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി വെച്ചു പോകുന്നു, ബാക്കി ഇവർ ചെയ്തോളുമെന്ന് വിശ്വസിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അതിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് തൻ്റെ സുവിശേഷമായിട്ട് പോകുന്നത് ഞങ്ങളും ഏറ്റെടുത്തിരിക്കുക. എൻ്റെ സുവിശേഷം തലമുറകളിലേക്ക് പാസ് ചെയ്യട്ടെ. സുവിശേഷമാണ്, നല്ല വാർത്തയാണ്. നമ്മുടെ ദുഃഖം മാറി സന്തോഷിപ്പിച്ചു. കാരണം പിശാചിൻ്റെ ആധിപത്യത്തെ ഇല്ലാതാക്കി, കുറഞ്ഞെന്ന് നോക്കുമ്പോൾ അവനെ കാണത്തില്ലെന്ന് പറഞ്ഞില്ലേ, അവനെ ഇല്ലാതാക്കി ഞങ്ങളുടെ മക്കളെ രക്ഷിച്ചു കൊണ്ടുവന്ന സ്നേഹത്തിന് മഹാവീരനായി, യുദ്ധവീരനായിട്ട്, എൽ ഷഡ്ഡായിട്ട്, എഡോണായിട്ട്, എൽ എല്യോമായിട്ട് ഈ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ വേറൊരു ശക്തി ഇല്ല കർത്താവേ. ആ ദൈവം ഞങ്ങളുടെ കൂട്ടും തുണയുമായിട്ട് നിൽക്കുന്നതിന് സ്തോത്രം. ക്രൂശിൻ്റെ മരണത്താൽ ഞങ്ങളുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് വലിയ മരണത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവനെ തന്ന സ്നേഹത്തിന് നന്ദി. അതുകൊണ്ട് ഞങ്ങളുടെ സമാധാനം വലുത്. ഞങ്ങളുടെ സങ്കടം മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് ജീവൻ്റെ കിരീടം ഉറപ്പിച്ചു തന്ന ദൈവത്തിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.